ഉത്സവത്തോടനുബന്ധിച്ച് വിപ്ലവ ഗാനങ്ങൾ പാടിയത് വിവാദമാവുകയാണ്. പുഷ്പനെ അറിയാമോ, നിങ്ങൾക്ക് ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ എന്ന ഗാനമാണ് ഗായകൻ അലോഷി പാടിയത്. അമ്പലത്തിൽ ഉത്സവം നടക്കുമ്പോൾ അവിടെ പോയി ഇൻക്വിലാബ് സിന്ദാബാദ് വിളിക്കുന്നത്. ഇപ്പൊ അമ്പലത്തിൽ ഉത്സവം നടക്കുമ്പോൾ അവിടെ പരിപാടിയിൽ കയറി പുഷ്പനെ അറിയാമോ എന്നുള്ള പാട്ട് പാടുക. അതിന്റെ വീഡിയോകൾ ഇപ്പൊ പ്രചരിക്കുകയാണ്. അമ്പലത്തിൽ ഉത്സവം നടക്കുമ്പോൾ അവിടെ പോയിട്ടാണോ ഇൻക്വിലാബ് സിന്ദാബാദ് വിളിക്കുന്നത്? അവിടെ അക്രമം ഉണ്ടാകുമ്പോൾ പോലീസിനല്ലേ അക്രമം ഇല്ലാതാക്കേണ്ടത്? കഴിഞ്ഞ വർഷം ഇതേ ക്ഷേത്രത്തിൽ ഗായിക ഗൗരി ലക്ഷ്മി ബലികുടീരങ്ങളെ അടക്കമുള്ള പാട്ടുകളും പാടിയിരുന്നു. രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരുന്നു. രഞ്ജിത്ത്, ഈ ക്ഷേത്ര ഭരണസമിതി ആരുടേതാണ്? ക്ഷേത്ര ഭരണസമിതിയുടെ അനുമതിയോടെയല്ലേ അവിടെ ഈ ഗാനം ആലപിച്ചത്? തീർച്ചയായും സൈത്ത്, ഈ കടയ്ക്കൽ തിരുവാതിരയുടെ 9ാം ദിവസമായ തിങ്കളാഴ്ച വൈകിട്ടാണ് ഇത്തരത്തിൽ ഒരു പരിപാടി നടന്നത്. ഈ ഗസൽ ഗായകനായ അലോഷി ആദത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. ഈ സംഭവത്തിൽ പരോക്ഷ വിമർശനവുമായി നേരത്തെ തന്നെ വി.ഡി. സതീശൻ രംഗത്ത് വന്ന പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു. സതീശൻ ഇന്നലെ പറഞ്ഞത് ഈ ക്ഷേത്ര പരിപാടിയുമായി ബന്ധപ്പെട്ട് ഇത്തരം വിപ്ലവ ഗാനങ്ങൾ ആലപിക്കുന്നത് ആരുടെ താല്പര്യപ്രകാരമാണ് എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യം ഉയരുകയുണ്ടായി. എന്തിനാണ് അവിടെ പോയി ഇൻക്വിലാബ് സിന്ദാബാദ് വിളിക്കുന്നത് എന്നും സതീശൻ ചോദിക്കുകയുണ്ടായി. അതേസമയം കാണികൾ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ഇത്തരത്തിലൊരു പാട്ട് പാടിയത് എന്നാണ് ഉത്സവ കമ്മിറ്റി ഭാരവാഹികളുടെ വിശദീകരണം. നേരത്തെ നമുക്കറിയാം, ഈ ക്ഷേത്രം വിവാദത്തിൽപ്പെടുന്നത്, ക്ഷേത്ര കോമ്പൗണ്ട് വിവാദത്തിൽപ്പെടുന്ന ആദ്യമായല്ല. ഇത് ഈ നേരത്തെ പിണറായി വിജയൻ നയിച്ച നവകേരള സദസ്സിന്റെ വേദിയുമായി ബന്ധപ്പെട്ട് ക്ഷേത്രം നേരത്തെ വിവാദത്തിൽപ്പെട്ടിരുന്നു. നവകേരള സദസ്സിന്റെ ഈ ചടയമംഗൽ നിയോജക മണ്ഡലത്തിലെ വേദി ഈ ക്ഷേത്രത്തിന്റെ കോമ്പൗണ്ട് ആയിരുന്നു. തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട കോടതിയെ സമീപിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ വേദി മാറ്റുകയും മറ്റും ചെയ്ത പശ്ചാത്തലമൊക്കെയുണ്ട്. ഇത് ഈ കടയ്ക്കൽ തിരുവാതിരയിൽ പ്രചരണ ഗാനങ്ങളും വിപ്ലവ ഗാനങ്ങളും ഒപ്പം കൊടികളും മറ്റും തെരഞ്ഞെടുപ്പ് ചിഹ്നത്തിന്റെയും മറ്റും പശ്ചാത്തലത്തിൽ ഇത്തരത്തിൽ ഉപയോഗിച്ചതിൽ സമൂഹ മാധ്യമങ്ങളിൽ വലിയ വിമർശനം ഉയരുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ബി.ജെ.പിയും മറ്റും ഇതുമായി ബന്ധപ്പെട്ട് രംഗത്ത് വന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ക്ഷേത്രത്തെ രാഷ്ട്രീയ പ്രചാരണത്തിന് ഉപയോഗിച്ചു എന്നാണ് വിമർശനം. ഇത്തരത്തിൽ ഈ വിമർശനം സമൂഹ മാധ്യമങ്ങൾ ഉയരുകയും തുടർന്നാണ് പ്രതിപക്ഷ നേതാവ് ഈ വിഷയത്തിന്റെ ഭാഗമായി പ്രതികരിക്കുകയും മറ്റും ചെയ്തത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള സമൂഹ മാധ്യമ വിമർശനം നടക്കുന്നുണ്ട് എന്നത് ഇതിന്റെ പശ്ചാത്തലം കൂടിയാണ്. ഈ പാട്ട് പാടിയത് അവിടെ കൂടിയ നാട്ടുകാരുടെ ആവശ്യപ്രകാരമാണ് എന്ന വിശദീകരണമാണ് ഇതുമായി ബന്ധപ്പെട്ട് ക്ഷേത്രം ഭാരവാഹികൾ നൽകുന്നത് എന്ന വിവരം കൂടിയുണ്ട്. സൈത്ത്.